ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലൊരു മാങ്ങയും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള കറി തയ്യാറാക്കാം ഈസിയായി. അതിലേക്കായി ചെറുതായിട്ട് കട്ട് ചെയ്ത മാങ്ങ ഒരു ചട്ടിയിലേക്ക് തട്ടി അതിലേക്ക് വേകാൻ ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ. ഉപ്പിട്ട് കൊടുത്ത് വേകാനായിട്ട് വെക്കാം. ആ ടൈം കൊണ്ട് അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ, ജീരകം, ഒരു പച്ചമുളക്, ഉള്ളി, മഞ്ഞൾപ്പൊടി, ഒരു ചില്ലി വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് വരുന്ന മാങ്ങയിലേക്ക് ഈ അരപ്പ് തട്ടിക്കൊടുത്ത് കലക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. നല്ലവണ്ണം കലക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. ആ ടൈമിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിള വരുമ്പോഴേക്കും കടുക് താളിക്കാവേ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാതെ കടുക് പൊട്ടി വരുമ്പോഴേക്കും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഉണ്ടമുളക്, വറ്റൽമുളക് എന്നിവ ചേർത്ത് മൂത്ത് വരുമ്പോഴേക്കും കറിവേപ്പിലയിട്ട് കടുക് താളിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരു കറി ഉണ്ടെങ്കിൽ ഒരു പാത്രം ചോറ് ഈസിയായി തന്നെ കഴിക്കാൻ പറ്റും. ഓക്കെ.